ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹാൻഡ് ബുക്ക് ഓൺ കമ്പാറ്റിംഗ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കോടതി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് ബുക്കിനെ കുറിച്ചിട്ടാണ്. ആ ഹാൻഡ് ബുക്കിലെ കൺക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗത്ത് പറയുന്ന പ്രധാനപ്പെട്ട 3 പോയിന്റുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ്: ജഡ്ജസ് മസ്റ്റ് ബി വിജിലൻറ്റ് അഗെയിൻസ്റ്റ് ഓൾ ഫോംസ് ഓഫ് ജെൻഡർ ബയാസസ് and ensure that every person, regardless of their gender identity, is treated equally and with dignity before the law എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാ വ്യക്തികളും തുല്യരാണ് എന്നും. അപ്പോൾ എല്ലാ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുതിയതായിട്ട് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും എല്ലാവർക്കും തുല്യമായ നീതി ലഭിക്കുന്ന രീതിയിൽ വേണം ജഡ്ജിമാർ പെരുമാറേണ്ടത്, അല്ലെങ്കിൽ അവർ ഒരു നിയമം അല്ലെങ്കിൽ ഒരു ലോ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് ഹോപ്ഡ് ദാറ്റ് ദിസ് ഹാൻഡ് ബുക്ക് വിൽ ബി എ കാറ്റലിസ്റ്റ് ഫോർ ചേഞ്ച് വിത്തിൻ ദി ലീഗൽ പ്രൊഫഷൻ, ഇൻസ്പയറിംഗ് ദ ഇന്ത്യൻ ജുഡീഷ്യറി to discharge its duties impartially with a recognition of the inherent dignity and a unique nature of every individual. എന്ന് പറയുകയാണെങ്കിൽ ഇംപാർഷ്യലി എന്നുള്ളൊരു വാക്ക് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേസുമായി കോടതിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ആ കേസിൻ്റെ മെറിറ്റ് അനുസരിച്ചിട്ട് വേണം എല്ലാ കേസുകളും വിധി പറയേണ്ടത്, അല്ലെങ്കിൽ എല്ലാ കേസുകളും കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി തന്നെ ഈ ഹാൻഡ് ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ചില ക്ലീഷേ ഡയലോഗുകളുണ്ട്. എന്താണ്? ചില പ്രത്യേക ലിംഗത്തിൽപ്പെട്ട ആളുകൾ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് എതിരെ കോടതിയുടെ ഭാഗത്തുനിന്നും ശക്തമായ നടപടി ഉണ്ടാക്കും. അതൊരു തെറ്റായ ഒരു ധാരണയാണെന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ ക്ലീഷേ പോയിന്റ് എന്താണ്? ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ലിംഗത്തിൽപ്പെട്ട ആളുകൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ലൈഫേ സ്പോയിലാകും എന്ന് പറയുന്ന ഒരു കാര്യം, അതും തെറ്റാണെന്ന് മനസ്സിലായല്ലേ. അടുത്തൊരു പോയിന്റ് എന്താണ്? ചില പ്രത്യേക വിഭാഗത്തിലുള്ള ലിംഗത്തിൽപ്പെട്ട ആളുകൾ കേസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കോടതിയും അഭിഭാഷകരും നിയമവും നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു മിത്ത്, അതും തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നിയമം എന്ന് പറയുന്നത് സത്യമാണ് എന്ന് മാത്രമല്ല ഒരു സത്യത്തിനെ അല്ലെങ്കിൽ ഒരു മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു കോടതിയുടെ എല്ലാ തരത്തിലുള്ള വിധികളും ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതായത് പൊതുജനം പറയുന്ന ഒരു മൊറാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ അഭിപ്രായത്തിനേക്കാളോ ഉപരിയായിട്ട് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിയമത്തിൻ്റേതായിട്ടുള്ള ഒരു ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാ കോടതികളും സുതാര്യമായ രീതിയിൽ കേസുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി അങ്ങനെയല്ല എന്നോ അല്ലെങ്കിൽ നമ്മുടെ വിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ജഡ്ജ്മെൻറ്റിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മേൽക്കോടതികളിലേക്ക് അപ്പീൽ പോകാനായിട്ടുള്ള അവകാശവും ആർക്കുണ്ട്? ഈ തെറ്റായ വിധി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉണ്ട് എന്നുള്ള ഒരു കാര്യവും പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ. സോ ഇനി ആരെങ്കിലും പറയുകയാണ് എല്ലാ നിയമങ്ങളും ഒരു വിഭാഗത്തിന് മാത്രമാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഹാൻഡ് ബുക്ക് ഓൺ കോമ്പാക്റ്റിംഗ് ജെൻഡർ സ്റ്റീരിയോടൈപ്പിലെ കൺക്ലൂഷൻ ഒന്ന് വായിച്ച് നോക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ.